ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ അറക്കലാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, കേൾക്കണം, ഷെയർ ചെയ്യണം. എന്തുകൊണ്ട് ഷെയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആർക്ക്? 8ാം ക്ലാസ്സുകാർക്ക്. 8ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ച് ഇത് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലാണ്, പുതിയൊരു സ്കൂളായിരിക്കും, സെക്കൻഡറി സ്റ്റുഡൻ്റ് ആണ്, നോട്ട് അപ്പർ പ്രൈമറിയോ സ്റ്റുഡൻ്റ് ഒന്നുമല്ല. നിങ്ങൾ സെക്കൻഡറി സ്റ്റുഡൻ്റായി, ഹൈസ്കൂൾ സ്റ്റുഡൻ്റായി. അപ്പം നിങ്ങളിപ്പോൾ ഈ വർഷം 8ാം ക്ലാസ്സിൽ, അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ, പിന്നെ 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ് എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 10ാം ക്ലാസ്സിൽ ചില ആളുകൾക്ക് എന്താണ് റിസൾട്ടൊക്കെ വരുമ്പോൾ ഗ്രേസ് മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്, ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട്, ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. എടാ എനിക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയോ? അങ്ങനെയൊക്കെ ചില ടോക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ അതേപോലെ തന്നെ +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എടാ എനിക്ക് ബോണസ് പോയിന്റ് ഉണ്ടോ, നോക്കിയാൽ എനിക്ക് ബോണസ് പോയിന്റ് ഉണ്ടോ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ സിസ്റ്റേഴ്സോ ആരെങ്കിലുമൊക്കെ 10ാം ക്ലാസ്സിലുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മനസ്സിലാവും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗ്രേസ് മാർക്ക് ഉണ്ട്, ബോണസ് മാർക്കൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഗ്രേസ് മാർക്കും ബോണസ് പോയിന്റുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില സംഘടനകളിൽ ജോയിൻ ചെയ്യണം. അതേതാ സംഘടന? എടാ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC, JRC, NCC, ലിറ്റിൽ കൈറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10ാം ക്ലാസ്സിൽ SSLC പരീക്ഷ എഴുതുമ്പോൾ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് +1 അഡ്മിഷന് ചേരുമ്പോൾ നമുക്ക് ബോണസ് മാർക്ക് കിട്ടും. അത് രണ്ടാമത്തെ ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾക്ക് മാർക്ക് ഇല്ലെങ്കിലും ചിലപ്പോൾ ബോണസ് പോയിന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, സീറ്റൊക്കെ കിട്ടും. അതൊരു ലാഭമാണ്, അതൊരു അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ഇതാണ് 2 ബെനിഫിറ്റ്. ഇതല്ലാതെ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സുഹൃത്ത് വലയങ്ങൾ കിട്ടും, കുറേ ഫ്രണ്ട് സർക്കിൾ കിട്ടും, പിന്നെ ക്യാമ്പിന് അറ്റൻഡ് ചെയ്യാം, കുറേ പരിപാടികൾ കിട്ടും. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ മൈൻഡിക്ക് ആദ്യം വരെ എന്താ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനും JRC ഒക്കെ കൂടിക്കഴിഞ്ഞാൽ സാർ എന്നും അതിൻ്റെ യൂണിഫോം ഇടണം, അതിൻ്റെ ക്യാമ്പിന് പോകണം, അങ്ങനെ ആ പരിപാടി ചെയ്യണം, ഈ പരിപാടി ചെയ്യണം, അങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സാണ് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ മൈൻഡിലേക്ക് വരിക. എല്ലാവർക്കും അങ്ങനെ ആവുന്നില്ല, ചില ആളുകൾക്ക് അങ്ങനെ വരും. കാരണം എനിക്ക് വന്നിരുന്നു, ഞാൻ 8ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ JRC അംഗമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഇതിനിപ്പോൾ ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്താൽ എന്നും ആ വെള്ള ഡ്രസ്സ് ഇട്ട് വരണം, വെള്ള ഡ്രസ്സൊക്കെ ഇടൽ ഭയങ്കര ചടപ്പ് പരിപാടി വന്നു എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ വെള്ളമൊക്കെ ഇട്ട് വരണ്ടേ, ഞാനില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര മെയിനായിക്കാണ്ട് ഞാൻ ആദ്യം ചേർന്നില്ല. പിന്നെ അവസാനം എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ചേർന്നു. പക്ഷേ ഫൈനലി എനിക്ക് മനസ്സിലായി, കാരണം 10ാം ക്ലാസ്സിൽ എനിക്ക് 10 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടി. അപ്പോൾ ശരിക്കും അതൊരു ബെനിഫിറ്റാണ്. അത് ഞാൻ അന്ന് ചേർന്നിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഗ്രേസ് മാർക്ക് കിട്ടൂലായിരുന്നു. മാത്രമല്ല എനിക്ക് അന്ന് JRCയിൽ ചേർന്നുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ JRCയിൽ ഞങ്ങൾക്ക് കിട്ടിയുള്ള കുറേ സാധനങ്ങളുണ്ട്. ചില ക്യാമ്പുകൾ, ചില പ്രോഗ്രാംസുകൾ ഭയങ്കര രസമാണ്. സ്കൗട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടാവും. SPCക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും, കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റും, നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടും, നമുക്ക് കുറേ ക്വാളിറ്റി കിട്ടും, കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആരും മടിച്ച് നിൽക്കരുത്. കാരണം ഇപ്പോൾ നിങ്ങൾ മടിച്ചു കഴിഞ്ഞാൽ എഴുതി വെച്ചോളി, ഫാസ്റ്റ് ഇറക്കലാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ റിഗ്രറ്റ് ഉണ്ടാവും, കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും, കുറച്ച് കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അതിന് ജോയിൻ ചെയ്താൽ മതിയായിരുന്നില്ലേ, ഞാനൊരു മണ്ടൻ, ഞാൻ അതിന് ജോയിൻ ചെയ്തില്ല എന്നുള്ളൊരു റിഗ്രറ്റ് നിങ്ങൾക്ക് വരും 100% വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ജോയിൻ ചെയ്യാൻ പോയിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ല, അത് പോട്ടെ, അതിപ്പോൾ എല്ലാവർക്കും സെലക്ഷൻ കിട്ടിയെന്നൊന്നും വരില്ല. ചിലപ്പോൾ നമ്മൾ പോയി ജോയിൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെക്കാൾ ടോപ്പായുള്ള ആളുകൾക്ക് ചിലപ്പോൾ കിട്ടും, നമുക്ക് കിട്ടാതിരിക്കാം, അതൊക്കെ ഓക്കെ. അതല്ലാതെ വെറുതെ അതിന് ജോയിൻ ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ ഉള്ളത് അതിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം. അപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൃതീയ സോപാൻ പരീക്ഷ എഴുതി നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, തൃതീയ സോപാൻ പരീക്ഷയ്ക്ക് എല്ലാവരും പാസ്സാവട്ടെ, ഒന്നും വലിയ വള്ളിയുള്ള സാധനമൊന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. അത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 18 മാർക്കാണ്. 10ാം ക്ലാസ്സിൽ SSLCക്ക്. ഇനി നിങ്ങൾ രാജ്യപുരസ്കാരം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 20 മാർക്കാണ്. രാജ്യപുരസ്കാരം നേടിക്കഴിഞ്ഞാൽ 20 മാർക്ക് കിട്ടും. ഇനി രാഷ്ട്രപതി അതെല്ലാവർക്കും കിട്ടില്ല. അത് പൊതുവെ ഒരു സ്കൂൾ ഒരാൾക്കൊക്കെ കിട്ടിയാൽ കിട്ടി, ചില സ്കൂളിൽ ആർക്കും കിട്ടൂല. കാരണം രാഷ്ട്രപതി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ ക്യാമ്പും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ചധികം പണിയെടുക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ 30 മാർക്ക് കിട്ടും. 30 മാർക്ക്. ഇതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു സ്കീം. പിന്നെ അടുത്തത് JRC നിലവിൽ 10 മാർക്കാണ് JRCയുടെ ഗ്രേസ് മാർക്ക്. 10 മാർക്ക് കേട്ടോ. ഓക്കെ, JRC 10 മാർക്കാണ്. അത് അടുത്ത വർഷം 12 ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഉറപ്പില്ല. മേ ബി ആക്കാതിരിക്കാം, ഡിപ്പെൻസ് ആണ്. 12 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ഇപ്പോൾ 10 ഉള്ളത് നിങ്ങൾക്ക് എത്ര കിട്ടും? 12 കിട്ടും. പിന്നെ SPC ആണ്. SPCയുടെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. 20 മാർക്ക് SPCക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 20 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. SPCയിൽ 20 മാർക്കല്ല, അതിൻ്റെ അപ്പുറത്ത് SPCൻ്റേതായിട്ടുള്ള കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര രസമാണ്. എൻ്റെ സിസ്റ്റർ SPCക്ക് ഉണ്ടായിരുന്നു. ഓൾക്ക് ഇഷ്ടംപോലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. നല്ലൊരു അതുകൊണ്ട് തന്നെ ഓൾക്ക് ഭയങ്കര ധൈര്യമൊക്കെയാണ്, അടിപൊളിയാണ്. നെക്സ്റ്റ്
NCC പറഞ്ഞ പോലെ തന്നെ NCCയും 20 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക, 20 മാർക്ക് കിട്ടുക. ഓക്കെ, NCC അധികം കുറേ സ്കൂളുകളിൽ ഉണ്ടാവില്ല, പക്ഷേ ഉള്ള സ്കൂളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം പിന്നെ ചാൻസ് കിട്ടൂല. അപ്പോൾ NCCക്ക് 20 മാർക്കാണ്. ഇനി NCCയിൽ നാഷണൽ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് 30 മാർക്ക് കിട്ടും. ഓക്കെ, അതെല്ലാവർക്കും കിട്ടൂല, അത് നാഷണൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം, അപ്പോൾ അവർക്ക് 30 മാർക്ക് കിട്ടും. അതല്ലാത്ത പക്ഷം 20 മാർക്ക് കിട്ടും. അതിൻ്റെ സാധാ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി ചെറിയ ചെറിയ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ 20 മാർക്ക് കിട്ടും. പിന്നുള്ളത് ലിറ്റിൽ ഗൈഡ്സ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ ഈ കമ്പ്യൂട്ടർ ടെക്നോളജി അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളോട് നിങ്ങൾക്ക് കൂടുതൽ മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ജോയിൻ ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ലിറ്റിൽ ഗൈഡ്സ്. ഇതെല്ലാ സ്കൂളുകളിലും ഇല്ല, ചില സ്കൂളുകളിലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്താ മാക്സിമം ജോയിൻ ചെയ്യുക. കാരണം ടെക്നോളജി പരമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും, 15 മാർക്ക് ഗ്രേസ് മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായാലും കിട്ടും. ഈ ഗ്രേസ് മാർക്കിൻ്റെ അപ്പുറത്ത് വേറെയും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിളിനെ കിട്ടും, നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടും, ഒരു സദസ്സിൽ കയറിയിട്ട് നാല് ഡയലോഗ് അടിക്കാനുള്ള ഒരു ത്രില്ല് കിട്ടും, അല്ലെങ്കിൽ ഡയലോഗ് അടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടും. എനിക്കൊക്കെ ഞാൻ +1 +2 NSSന് ഉണ്ടായിരുന്നു. NSS ഹൈസ്കൂളിലില്ല, അത് +1 +2 ഉള്ളൂ. ആ +1 +2 NSSന് ജോയിൻ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ 4 ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു ധൈര്യം, ഒരു കേപ്പബിലിറ്റി, ഒരു കഴിവ് കിട്ടിയത്. അതുവരെ ഞാനൊരു പാവമായിരുന്നു, ഒരു മിണ്ടാപ്പൂച്ചിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കേരളത്തിലുള്ള കുറേ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നില്ലേ, ഈ ഒരു ധൈര്യമൊക്കെ എനിക്ക് വന്നത് അവിടുന്ന് ആ ഒരു സാധനത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യണം, മടിച്ച് നിൽക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും മടിച്ച് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ആദ്യം തന്നെ ചാടി കയറി ജോയിൻ ചെയ്യുക. സോ സീ യു സൂൺ. വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം അറക്കൽ.